അപ്പോൾ ഞങ്ങൾ ഹൗസ് വാമിങ് കഴിഞ്ഞ് തിരിച്ചു പോകണ വഴിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വരുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ലേറ്റ് ആയെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, വീട്ടിൽ ലിസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നായ്ക്കുട്ടി ഉണ്ട്. അതായത് ലാബ് ഉണ്ട് ഇല്ലേ, 2 വയസ്സായ ആൾക്ക്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 2 മാസം എന്തോ ആകുമ്പോൾ ഞങ്ങൾ മേടിച്ചാണ് കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടില്ല. പക്ഷേ 2 മാസമൊക്കെ ആവുന്ന സമയത്തിൽ നമ്മൾ മേടിച്ചിട്ടില്ല. ഇല്ലില്ല, മേടിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് ഞങ്ങൾ ഇപ്പം എങ്ങോട്ടെങ്കിലും പോണ സമയത്തൊക്കെ ഇവരെ ബോർഡിങ്ങിലാക്കിയിട്ടാണ് ഞങ്ങൾ പോവുക. അപ്പോൾ ഞങ്ങൾ ഇന്നലെ അതുപോലെ തന്നെ വരുന്ന സമയത്ത് ബോർഡിങ്ങിലാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവൾക്ക് ഇവിടെ ഒരു ചെറിയൊരു മുറിവുണ്ടായിരുന്നു. അപ്പം അതും കൂടി കാണിച്ചിട്ട് ഞങ്ങൾ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിക്കാൻ പോയി. തിരിച്ചാക്കാൻ വേണ്ടി പോയിട്ട് ആ ബോർഡിങ്ങിൻ്റെ അവിടെ എത്തിയിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവൾ എണീക്കുന്നില്ല കേട്ടാ. അപ്പം നോക്കുന്ന സമയത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾ നോർമലി വണ്ടി കയറിക്കുന്ന ഇങ്ങനെ കളിക്കും. അപ്പോൾ അതുപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനും വലിയ കാര്യമാക്കില്ല, വാവിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് വാവിച്ച് വന്നത്. എന്നിട്ട് ഞാൻ അവിടെ പോയി എടുക്കുന്ന സമയത്ത് അവൾ കണ്ണ് തുറന്നുണ്ട്, ശ്വാസമൊക്കെ വലിക്കുന്നുണ്ട്, പക്ഷേ എണീക്കുന്നില്ല, അങ്ങനെ കിടക്കണു. അപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തിയുടെ തോന്നി, കാരണം ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഒരു ഇതല്ലേ. അപ്പോൾ ഞാൻ വായിച്ചെടുത്ത് പറഞ്ഞു, ഹീറ്റിംഗ് സ്ട്രോക്ക് ആണ് തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ വായിച്ചു പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല ബേബി, അതൊന്നും കാര്യമൊന്നും ഉണ്ടാവില്ല പറഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണ്ട് 2-3 ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ ക്ലോസ് ചെയ്തിട്ട് പോയിരിക്കണം, എല്ലാ ഹോസ്പിറ്റലും ക്ലോസ് ചെയ്തു. പിന്നെ ടൗണിലേക്ക് എത്തിപ്പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോണ സമയത്ത് ഞാൻ എന്തായാലും ഒന്നുകൂടെ നോക്കുന്ന സമയത്ത് അവൾ പോയി ഗൈസ് അല്ലേ. എന്താ പറയുക, ഞങ്ങൾ എന്നിട്ട് അത് പോയപ്പോൾ തന്നെ എന്താ പറയുക ഒരു മാതിരി, കാരണം ഈ ഒരു 2 വർഷം പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അവളൊരു അതിഥിയാണ്. അപ്പോൾ അവളിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് എന്തൊരു ഇപ്പോൾ വീട്ടിലൊരാൾ വരികയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയിച്ചു തരാനൊക്കെ അല്ലോ ഒരു കുരച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ രീതിക്കും ഒന്ന് ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല പിന്നെ ഒന്നാമത് ലാബ് പറയുമ്പോൾ അങ്ങനെയാണ് പൊതുവെ സ്നേഹം കൂടുതൽ എല്ലാവരും. അപ്പോൾ അവൾക്കെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടപ്പെടില്ല അത്രയ്ക്ക് ഇത്. പിന്നെ പൂച്ചക്കുട്ടികളുടെ അടുത്ത് അവൾക്ക് പറ്റില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പം അത് അങ്ങനത്തെ ഒരു ഇതാണ്. പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോൾ അത് എന്താ പറയുക, വിശ്വസിക്കാനും പറ്റുള്ള ഒരു മാതിരി ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങൾ അതും കൂടെ നോക്കിയപ്പോൾ ആള് പോയി, പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ആഡ് ചെയ്യുക. ഞങ്ങൾ സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ സ്ഥലത്ത് കൊണ്ടിട്ട് ഞങ്ങൾ അവിടെ കൊണ്ട് ആളിനെ കുഴിച്ചിട്ട് വയനാട്ടിലേക്കല്ല, സോറി, നിലമ്പൂർക്ക് വന്നത്. അതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയും നമ്മൾ ഫസ്റ്റ് ആയിട്ടല്ലേ വിളിക്കണം, അപ്പൊ അതിന്റെ ഒരു നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് തിരിച്ചു പോണ സമയത്ത് ഞാൻ പറഞ്ഞു ബേബിന്റെ അടുത്ത്, ലീസ എന്തായാലും പോയി, ലീസയ്ക്ക് പകരം വെക്കാൻ വേറെ ഒന്നിനും മേടിച്ചു പറഞ്ഞാലൊന്നും നടക്കില്ല. പക്ഷെ എന്നാലും അവളുടെ ആ ഒരു ഇത് സങ്കടം തീർക്കാൻ വേണ്ടിട്ട് ബേബിക്കൊരു പപ്പിക്കുട്ടി. അതെ, അതായത് സെയിം ലിസന്റെ ഫാദറിൻ്റെ തന്നെ മറ്റേ ഉണ്ടായ ഒരു പപ്പി. അത് ഞങ്ങൾ ലിസൺ എടുത്ത് അവിടെ തന്നെ അവരുടെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. ഇന്നലെ തന്നെ ചോദിച്ച സമയത്ത് ഉണ്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ അത് പട്ടാമ്പിന്നാണ് ഞങ്ങൾ ലിസൺ എടുത്തത്.
അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് തന്നെ ഗേൾ തന്നെ മതി എന്നുള്ളൊരു ഇത് തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ അതും കൂടെ കിട്ടുമ്പോൾ ചിലപ്പോൾ ബേബിക്ക് കുറച്ചും കൂടെ ഹാപ്പി. പക്ഷെ എന്നാലും ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, അവളിനെ അവിടെ മറ്റേ കുഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോകുന്ന സമയത്ത് കൂടെ കാണുമ്പോൾ എന്തോ പോലെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നത്. എന്തായാലും എടുക്കുക. പക്ഷെ അവളുടെ ഒരു ഇത് വരില്ല. എന്നാലും നമുക്ക് എന്താ പറയുക, വേണം തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ പോണ സമയത്ത് ആളെടുത്ത് വിളിച്ച ആൾ ഫോട്ടോസൊക്കെ അയച്ചെന്ന് കുഴപ്പമില്ല. സെയിം ലിസൻ്റെ ഫാദർ തന്നെയാണ്. അപ്പോൾ പോണ സമയത്ത് അങ്ങനെ എടുത്തിട്ട് വന്നു വെച്ചു. പട്ടാമ്പിയിലാണ്. അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഒരു ഏകദേശം ഒരു 50 മീറ്ററാണ്, 50 കിലോമീറ്ററാണ് അവിടെ കാണിക്കുന്നത്. കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് അവിടെ എത്തണ്ടേ. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നേരെ പോയിട്ട് എടുക്കുക. നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും കാണിച്ചത് അല്ലേ ഗൈസ്. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ട്, അപ്പോൾ അവിടെ എത്തിയത് അവർ പപ്പിയും കാര്യങ്ങളൊക്കെ കെന്നലിന് എടുത്ത് തരികയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് പപ്പി. അപ്പോൾ അവളുടെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ മോർണിംഗ് എന്തെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ ആഡ് ചെയ്യുക. കാരണം ഓവർനൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും കാണുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അവർ ലിസയ്ക്ക് എന്താണ് പറ്റിയത് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൂട് കൂടുതലായിരുന്നു, ഹീറ്റ് സ്ട്രോക്ക് പെട്ടെന്നൊക്കെ വരും. അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും അങ്ങനെ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അപ്പോൾ ഗൈസ് നിങ്ങളുടെ വീട്ടിലും പപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചൂടൊക്കെ നമുക്ക് പോലും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലിസയ്ക്ക് പകരം വയ്ക്കാനാവോ ചോദിച്ചാൽ ഇല്ല. എന്നാലും ലിസൻ്റെ സെയിം ബ്രീഡാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവളെ അതുപോലെ തന്നെ കൊണ്ട് നടക്കണം, നല്ല രീതിക്ക് നോക്കണം. അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പെറ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്യുക. ചൂടായതുകൊണ്ട് നമ്മൾ നന്നായി നോക്കുന്നുണ്ടെങ്കിലും എക്സ്ട്രാ ഒരു ഇത് എന്തായാലും കരുതണം. കാരണം ഇപ്പോൾ ചൂടായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഞങ്ങളും പ്രതീക്ഷിക്കാണ്ടാണ് ഇപ്പോൾ ലീസയ്ക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പെറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് അവരെ കെയർ ചെയ്യുക. ഇപ്പോൾ ഇവളെ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ ഫുള്ളായിട്ട് രാവിലെ വീഡിയോ എന്തെങ്കിലും എടുത്തിട്ട് ഞങ്ങൾ കാണിച്ചത്. കാരണം ഇത് ഓവർനൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ അത്രത്തോളം ക്ലാരിറ്റി ഇല്ല. അപ്പോൾ എന്തായാലും ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.